ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. ലാറ്റിറ്റ്യൂഡ്സ് ആർ ലൈൻസ് ഡ്രോൺ ബൈ ജോയിനിങ് പ്ലേസസ് ദാറ്റ് ഹാവ് ദ സെയിം ആംഗുലർ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും വരുന്ന ഒരേ അകലത്തിലുള്ള സെയിം ആംഗുലർ ഡിസ്റ്റൻസിലുള്ള ഒരു ഇമാജിനറി ലൈനാണ് എന്ത് പറയുന്നത്, ജോയിനിങ് പ്ലേസ് ലൈനാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ എ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ലാറ്റിറ്റ്യൂഡ്സ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ലാറ്റിറ്റ്യൂഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്? ഫസ്റ്റ് വൺ, ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23.5 ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത്സ് സെൻറ്റർ. എന്താ പറയുന്നത്, ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും 23.5 ഡിഗ്രി നോർത്ത് ആയിട്ടുള്ള ഒരു രേഖയാണ്. സെക്കൻഡ് വൺ, ദ 180 ഡിഗ്രി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. മാത്രമല്ല 180 ഡിഗ്രിയിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണുള്ളത്. മൂന്നാമത്തത്, ദ ലൈൻ പാസിംഗ് ത്രൂ ഗ്രീൻവിച്ച് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ച് വഴി കടന്നു പോകുന്ന ഒരു ലൈനാണ്. ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 63.5 ഡിഗ്രി സൗത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ. ഭൂമിയുടെ സെൻറ്ററിൽ നിന്നും 66 ഡിഗ്രി എവിടെയായിട്ടുള്ളത്, സൗത്ത് ആയിട്ടുള്ളതാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തേത് ശരിയാണ് അല്ലേ, അഥവാ ദ മേജർ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 23.5 ഡിഗ്രി നോർത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ ദ ലൈൻ ലൊക്കേറ്റഡ് അറ്റ് ആൻ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് 63.5 സൗത്ത് ഓഫ് ദ എർത്ത് സെൻറ്റർ എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തേത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ, ബി ആണ് ചോദ്യം. ഐഡൻറ്റിഫൈ ദ അതർ മേജർ ലൈൻസ് ദാറ്റ് ആർ ഇക്വാലൻറ്റ് ടു ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സുമായിട്ട് ഇക്വാലൻറ്റ് ചെയ്തിട്ടുള്ള വേറെ ഏതൊക്കെ ലൈൻസ് ആണ് ഉള്ളത്? The imaginary lines drawn on the surface of the earth connecting the north pole and the south pole with a reference to earth center called the longitude. അപ്പോൾ എന്താണ്, ഭൂമിയുടെ എന്താ പറയുന്നത്, രണ്ട് ഇമാജിനറി ലൈൻസ് ആണ് ഭൂമിയുടെ രണ്ട് ഭാഗത്തെയും നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? പ്രൈം മെരീഡിയൻ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രൈം മെരീഡിയനും ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്ലാസിഫൈഡ് ആസ് റിട്ടൺ ആൻഡ് അൺറിട്ടൺ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ, റിട്ടൺ അൺറിട്ടൺ എന്ന് പറഞ്ഞിട്ട്. എ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ താഴെ നമ്മൾ നോക്കുക, അതിൽ ഏതൊക്കെയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെയാണ്? ഇന്ത്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ദെൻ യുണൈറ്റഡ് കിങ്ഡം, ന്യൂസിലാൻഡ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുമാണ്. ഓക്കെ, ഈ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ളത്. ഇനി ബി ചോദ്യം, റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ദാറ്റ് ആർ എഗ്രിമെൻറ്റ് വിത്ത് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഡിഫൈൻസ് ദ റൈറ്റ് ഓഫ് സിറ്റിസൺ. എല്ലാ സിറ്റിസൺസിനും അവകാശങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരല്ല, എല്ലാ സിറ്റിസൺസും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻഷുവേഴ്സ് ദ റൂൾ ഓഫ് ലോ. നിയമത്തിൻ്റെ ആധിപത്യം എന്താണ് ഉറപ്പാക്കുക, എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, അറേഞ്ച് ദ ഗിവൺ ലിസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി. താഴെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. എന്താണ്? തിണൈസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. കുറിഞ്ചി, നെയ്ത്തൽ, മുല്ലൈ. ഓക്കെ, ഇവിടെ ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയ്ൻസ്, കോസ്റ്റൽ റീജിയൻ, ഇത്രയും തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്, അതിനനുസരിച്ച് നമ്മൾ ഉത്തരം എഴുതണം. ഇവിടെ കുറിഞ്ചി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുറിഞ്ചി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയ്ൻസുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആണ്. മുല്ലൈ എന്ന് പറയുന്നത് ഗ്രാസ് ലാൻഡ് ആണ് അല്ലേ.
അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. എ എന്ന് പറയുന്നത് രണ്ടാമത്തതുമായി ബന്ധപ്പെട്ടത്, ബി എന്ന് പറയുന്നത് മൂന്നാമത്തതുമായി ബന്ധപ്പെട്ടത്, സി എന്ന് പറയുന്നത് ഒന്നാമത്തതുമായി ബന്ധപ്പെട്ടത്. ഇനി ഇതിലെ ബി ചോദ്യം, ഐഡൻറ്റിഫൈ ദ മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ ദ എബവ് മെൻഷൻ തിനൈസ്. ഇവിടെ ഓരോ തിനൈസിലും ജീവിക്കുന്ന ആളുകളിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇവിടെ എന്താണ്? കുറിഞ്ചിയിൽ എന്തൊക്കെയാണ്? കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ദെൻ ഹണ്ടിങ്, മുല്ലൈ, ഓക്കെ, കാറ്റിൽ റിയറിങ്, നെയ്തല്, ഫിഷിംഗ്, സാൾട്ട് എക്സാഗ്രേഷൻ എന്നിവയാണ്. അപ്പോൾ ഇവിടെ കുറിഞ്ചിയിൽ പറയുന്നത് വനത്തിൽ ഫോറസ്റ്റിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ശേഖരിക്കുക, അതുപോലെ ഹണ്ടിങ് നടത്തുക. മുല്ലയിൽ എന്താണ്? അവിടെ കാറ്റിലാണ്, അത് കാറ്റിൽ റിയറിംഗ് ആണ്, കന്നുകാലി വളർത്തലാണ്. നെയ്തൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനം, ഉപ്പ് നിർമ്മാണം എന്നിവയാണ്. നെക്സ്റ്റ് വണ് ഇതിലെ ബി ആണ്. ദ മെഗാലിത്തിക് കൾച്ചർ വാസ് മെയിൻലി എ ഹാലിമാർക്ക് ഓഫ് സൗത്ത് ഇന്ത്യ. എന്താണ്? സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയിൽ ഒന്ന് തന്നെയായിരുന്നു മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്നത്. എ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ റീജിയൻ റിലേറ്റഡ് ടു ദ മെഗാലിത്തിക് കൾച്ചർ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു മെഗാലിത്തിക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം കണ്ടെത്തുക. കാശ്മീർ, ഒഡീഷ, നാഗാർജുനകൊണ്ട, കൊൽക്കത്ത. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? നാഗാർജുനകൊണ്ടയാണ്. ഓക്കെ, നാഗാർജുനകൊണ്ട. ബി ചോദ്യം, ലിസ്റ്റ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ മെഗാലിത്തിക് പീരീഡ്. മെഗാലിത്തിക് പീരീഡിലെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചേഴ്സുകൾ എന്തൊക്കെയായിരുന്നു? ഡിവേഴ്സ് അയൺ ടൂൾസ് വെർ യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അയൺ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. പോട്രി വാസ് മെയ്ഡ് ആൻഡ് യൂസ്ഡ്. അതുപോലെ തന്നെ മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വേരിയസ് മെത്തേഡ്സ് വെർ അഡോപ്റ്റഡ് ഫോർ പ്യൂരിയൽ. അവർ ശവ സംസ്കാരത്തിന് വേണ്ടി ഒരുപാട് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. ദ റിവീൽസ് ദ സയൻറ്റിഫിക് നേച്ചർ ഓഫ് ദ പ്യൂരിയൽ പ്രാക്ടീസസ്. മാത്രമല്ല ഈ ഒരു ശവ സംസ്കാരത്തിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നതും ഇവരിൽ നിന്നാണ് റിവീൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വണ് 4 എ ആണ്. വാട്ടർ ഈസ് ദ ബേസിക്സ് ഓഫ് ദ എക്സ്റ്റൻസസ് ഓഫ് ദ ലൈഫ് ഓൺ എർത്ത്. അഥവാ ഭൂമിയിലെ ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ആണ്. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. താഴെയുള്ള പിക്ചർ നിങ്ങൾ നോക്കൂ. എങ്ങനെയാണ് ഒരു വാട്ടർ സൈക്കിൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ, ഓഷ്യൻ വാട്ടർ, ലേക്സ്, റിവേഴ്സ്. ഓക്കെ, ഇനി ഇതിലെ എ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് ഓഫ് ദ വാട്ടർ സൈക്കിൾ ഷോൺ. ഇവിടെ കൊടുത്തിട്ടുള്ളതിലെ ഏതാണ് വാട്ടർ സൈക്കിളിൽ പ്രധാനമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രോസ്റ്റ്, ക്ലൗഡ്, കണ്ടൻസേഷൻ, സ്നോഫോൾ. ഏതാണ്? കണ്ടൻസേഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ബി, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. താഴെ കൊടുത്തുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവാപ്പറേഷന്, പെർസ്പിറ്റേഷന്, ഇതാണ് അവിടെ ഇവാപ്പറേഷൻ, പെർസ്പിറ്റേഷൻ ആൻഡ് കണ്ടൻസേഷൻ. ഇത് മൂന്നും എന്ത് ചെയ്യണം? നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ച് ഇൻ ടു ഗ്യാസസ് ഫ്രം ദ ഹെൽപ്പ് ഓഫ് ദ ഹീറ്റ്. ഹീറ്റിൻ്റെ സഹായത്തോടെ ദ്രാവകം, ലിക്വിഡ്, എയർ ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് നമ്മളവിടെ പറയുന്നത്. ഇനി കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ. വായുവിലുള്ള ആ ഒരു ജലാംശം തണുത്ത് ജലമായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത്. ഇനി പെർസ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The process by which water particles fall on the earth as the clouds cannot hold it further due to its increases weight and size as a result of continuous condensation. മേഘങ്ങൾ കൂടുതൽ ജലം പിടിച്ചു നിൽക്കാൻ കഴിയാതാകുമ്പോൾ മഴ, മഞ്ഞ് തുടങ്ങിയ രൂപത്തിൽ ഭൂമിയിലേക്ക് വീഴും. അതിനെയാണ് പെർസ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നും എന്താണെന്നുള്ളത് അവിടെ പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ഇതിലെ ബി ആണ്. കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓഷ്യൻസ് ഹാവ് ദെയർ ഓൺ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. കോണ്ടിനെൻറ്റ്സിനും അതുപോലെ തന്നെ ഓഷ്യൻസിനും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഫൈൻഡ് ദ കറക്റ്റ് മാച്ചിങ് ഓർഡർ. ഇവിടെ കറക്റ്റ് മാച്ചിങ് ഓർഡർ കണ്ടെത്താനാണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ, വിഴിഞ്ഞം പോർട്ട്, പസഫിക് ഓഷ്യൻ. ചലഞ്ചർ ഡീപ്പ്, എസ് ഷേപ്പ്ഡ്, ഇന്ത്യൻ ഓഷ്യൻ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നുമായി ബന്ധപ്പെട്ട പെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അറ്റ്ലാന്റിക് ഓഷ്യനുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യനുമായി ബന്ധപ്പെട്ടത് എസ് ഷേപ്പ്ഡ് എന്നുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഇന്ത്യൻ ഓഷ്യനുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പോർട്ട്. ഇനി പസഫിക് ഓഷ്യനുമായി ബന്ധപ്പെട്ടതാണ് ചലഞ്ചർ ഡീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അഥവാ 1 ബി, 2 സി, 3 എ എന്നുള്ള രീതിയിൽ വരുന്ന ഓപ്ഷൻ സി
ബിയാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. ലിസ്റ്റ് ദ വേസ് ഇൻ വിച്ച് ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ്. ഈ ഓഷ്യൻസ് എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഗുലേറ്റ് ദ ക്ലൈമറ്റ്, എന്താണ് ക്ലൈമറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു. പ്രൊവൈഡ്സ് റിസോഴ്സസ് ഫോർ ലൈവ്ലിഹുഡ്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ തരുന്നു. ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഹാസ് മെയിൻറ്റെയിൻ ദ ട്രേഡ് റിലേഷൻ, നല്ല ട്രേഡ് റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓഷ്യൻ ട്രാൻസ്പോർട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. യൂസ്ഡ് ഫോർ ടൂറിസത്തിന് സഹായിക്കുന്നു. പ്ലേസ് എ റോൾ ഇൻ പ്രൊഡ്യൂസിങ് ഓക്സിജൻ ആൻഡ് കൺട്രോളിങ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് നിയന്ത്രണത്തിനും അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഉൽപ്പാദനത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നത് ഓഷ്യൻസ് തന്നെയാണ്. എയ്ഡ്സ് ഇൻ ആക്റ്റീവ് ലൈക്ക് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ഫ്രം വേവ്സ് ആൻഡ് പ്യൂരിഫൈങ് സോൾട്ട് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. അപ്പോൾ ജൈവ വൈവിധ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നു. അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ പ്യൂരിഫൈ ചെയ്ത് ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓഷ്യൻസിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലൊക്കെയാണ് ഓഷ്യൻസ് നമ്മളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ഓൾദോ ഓൺലൈൻ സിസ്റ്റം ഹാവ് മെയ്ഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഈസിയർ, ഫ്രോഡ്സ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. അഥവാ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ എളുപ്പമാക്കിയെങ്കിലും അവിടെ എന്താണ് ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ചോദ്യം, ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ആൻ ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഓൺലൈൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലാത്തത്? തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഡെബിറ്റ് കാർഡ്, ചെക്ക്, UPI, ക്രെഡിറ്റ് കാർഡ്. ഇതിലേതാണ്? ചെക്കാണല്ലേ. ചെക്ക് എന്ന് പറയുന്നത് ഓൺലൈൻ അല്ല, നമ്മൾ ഡയറക്റ്റായിട്ട് ഫിസിക്കലായിട്ട് പോയിട്ട് കൊടുക്കുന്നതാണ്. ഇനി ബി ചോദ്യം, വാട്ട് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ഓൺലൈൻ ഫ്രോഡ്. ഓൺലൈൻ ഫ്രോഡുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രിവെൻഷനായിട്ട് ചെയ്യേണ്ടത്? എന്തൊക്കെ ചെയ്യണം? ഡു നോട്ട് ഷെയർ ATM പിൻ OTPയോ അല്ലെങ്കിൽ ATM പിന്നോ നമ്മൾ ഷെയർ ചെയ്യരുത്. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്സ്, അതുപോലെ തന്നെ നമുക്കറിയാത്ത സംശയകരമായിട്ടുള്ള ഓൺലൈൻ ലിങ്ക്സിലൊന്നും നമ്മൾ പോയിട്ട് ഓപ്പൺ ചെയ്യരുത്. ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിംഗ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഫോൺ സന്ദേശങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? മറുപടി ഒന്നും കൊടുക്കരുത്. ഡു നോട്ട് കീപ്പ് ATM പിൻ ഓൺ ഫോൺ, അതുപോലെ തന്നെ ഫോണിൽ ഒരിക്കലും ATMൻ്റെ പിൻ നമ്മൾ സൂക്ഷിക്കരുത്. യൂസ് സ്ട്രോങ് പാസ്വേഡ്സ്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കുക. ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വൻ്റ്ലി, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് മാറ്റുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് വൺ, ജപ്പാൻ ഈസ് എ കൺട്രി ദാറ്റ് ഗ്രൂ വിത്ത് സ്ട്രോങ് വിൽ പവർ ഈവൻ ആഫ്റ്റർ സഫറിങ് ന്യൂക്ലിയർ അറ്റാക്സ് ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആണവാക്രമണങ്ങൾ നേരിട്ടിട്ടും ശക്തമായിട്ടുള്ള ഒരു മനോബലത്തോടെ വളർന്നു വന്ന രാജ്യം തന്നെയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. നമ്മൾ അവസാനത്തെ പാഠത്തിൽ ജപ്പാനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ചോദ്യം, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ എ ജപ്പാനീസ് ബ്രാൻഡ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ജപ്പാനീസ് ബ്രാൻഡ് എന്ന് പറയുന്നത്? മാരുതി, ടൊയോട്ട, ഫ്ലാറ്റ്, റിനോൾട്ട്. ഏതാണ്? ടൊയോട്ടയാണ്. ഓക്കെ, ടൊയോട്ട ഓപ്ഷൻ രണ്ടാമത്തതാണ് ശരിയായിട്ടുള്ളത്. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ മോഡേണൈസേഷൻ ഓഫ് ജപ്പാൻസ് എക്കണോമി. ജപ്പാൻസ് എക്കണോമിയെ മോഡേണൈസേഷനായിട്ട് സഹായിച്ച 2 ഘടകങ്ങൾ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതാം? ജപ്പാനീസ് സ്റ്റുഡൻസ് വെർ സെൻറ്റ് അബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ. ജപ്പാൻ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠനത്തിനായിട്ട് അവർ അയച്ചു. അതുപോലെ ഫോറിൻ ടെക്നീഷ്യൻസ് വെർ അപ്പോയിൻറ്റഡ് ടു ട്രെയിൻ ദ വർക്കേഴ്സ്. അതുപോലെ തൊഴിലാളികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശമായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരെ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടിയിട്ട് അവരുടെ എക്കണോമി എന്തായി? നന്നായിട്ട് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് നമ്മൾ നോക്കി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.